3000 വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ അന്ന് കൊടും വനമായിരുന്നു. കൃഷിപ്പണിയും മത്സ്യബന്ധനവുമായി ഒരു ജനത അവിടെ പുലർന്നിരുന്നു. ഭൂമിയുടെ കേന്ദ്രമായ കൊടുങ്ങല്ലൂരിൽ ദൈവിക സാന്നിധ്യമുണ്ടെന്ന് ഏവരും വിശ്വസിച്ചു പോന്നു. അങ്ങനെയിരിക്കെ മധുരാപുരിയിലെ പാണ്ഡ്യരാജാവായ ദാരികന് കൊടുങ്ങല്ലൂരിനെ തന്റെ അധീനതയിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. ഇതിനായി തന്റെ ബാഹുലേയ സേനയെ അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് അയച്ചു. കൊടുങ്ങല്ലൂർ പട്ടണം അവർ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ജനങ്ങളെ അടിമകളാക്കി മധുരയിലേക്ക് കൊണ്ടുപോയി. കൊടിയ പീഡനമായിരുന്നു അവർ സഹിച്ചത്. സ്ത്രീകളെപ്പോലും അവർ വെറുതെ വിട്ടില്ല. രാജ്യവും ബന്ധുക്കളും നഷ്ടപ്പെട്ട ജനങ്ങൾ കൂട്ടത്തോടെ അവരുടെ ആരാധനാമൂർത്തിയെ ഉപാസിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് ആകാശത്ത് മറ്റൊരു സംഭവം നടക്കുകയായിരുന്നു. വഴിതെറ്റി വന്ന അന്യഗ്രഹപേടകം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് പതിച്ചു. തങ്ങളുടെ ദൈവമയച്ച രക്ഷകനാണെന്നാണ് അവർ കരുതിയത്. പേടകവാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ജീവിയെ കണ്ട് അവർ അമ്പരന്നു. മുറിവേറ്റ ആ ജീവിയെ അവർ ശുശ്രൂഷിച്ചു, ഭേദമാക്കി. ചുരുക്കകാലം കൊണ്ട് തന്നെ ജീവി അവരിൽ ഒരാളായി മാറി. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് കാലിയോൺ 001. നിങ്ങളെ ഞാൻ കാളിയെന്ന് വിളിക്കും. ജനതയുടെ പ്രശ്നം മനസ്സിലാക്കിയ കാലിയോൺ 001 അവർക്ക് സഹായം ചെയ്യണമെന്ന് കരുതി. എന്നാൽ ധാരിക രാജാവിനെ ഒരു സ്ത്രീക്കല്ലാതെ മറ്റാർക്കും ജയിക്കാൻ കഴിയില്ലായിരുന്നു. കാലിയോൺ 001 അങ്ങനെ ഒരു സ്ത്രീയായി മാറി. നാട്ടുകാർ അവരെ കാളി എന്ന് വിളിച്ചു. രൂപം മാറിയതോടെ അവർക്ക് ക്രോധമടക്കാൻ കഴിയാതെയായി. ക്രോധാകുലയായ കാളി മധുരാപുരി ലക്ഷ്യമാക്കി നീങ്ങി. പിന്നെ അവിടെ നടന്നത് കൊടും യുദ്ധമായിരുന്നു. യുദ്ധാവസാനം കാളി ദാരികനെ വധിക്കുകയും കൊടുങ്ങല്ലൂർ തിരിച്ച് ജനതയെ ഏൽപ്പിക്കുകയും ചെയ്തു. മടങ്ങുന്നേരം എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വിളിച്ചുകൊള്ളുവാൻ കാളി ജനങ്ങളോട് പറഞ്ഞു. ഇതിനായി ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവർക്ക് നൽകുകയും ചെയ്തു. അന്യഗ്രഹപേടകം പിന്നീട് ഒരു ക്ഷേത്രമായി പരിണമിച്ചു. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ശ്രീചക്രം എന്ന പേരിൽ ശാസ്ത്രജ്ഞനായ ശങ്കരാചാര്യർ ശ്രീകോവിലിന് താഴെ സ്ഥാപിച്ചു. കാളി ഇന്നും അതിലൂടെ ജനങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാറുണ്ടെന്നാണ് വിശ്വാസം.